ഇപ്പോൾ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരുന്നൊരു സാഹചര്യം. അതിരൂക്ഷമായി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി അതേ നാണയത്തിലൊന്നല്ല തിരിച്ചടിക്കുന്നത്. രണ്ട് ഭാഷയാണ്. പ്രതിപക്ഷ നേതാവ് ആ കസേരയിലിരിക്കുന്ന ഒരു വ്യക്തി പുലർത്തേണ്ട ഒരു നിലവാരം പുലർത്താതെയാണ് സംസാരിക്കുന്നത്. ക്രിമിനൽ തുടങ്ങി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെറി വിളിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി തിരിച്ചു പറഞ്ഞത് എങ്ങനെയാണ് സംഭവം കേട്ടതാണ്. അപ്പോൾ രണ്ടും ഒരേ നിലവാരമല്ല, നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെയാണ് സമൂഹം എടുക്കുന്നുള്ളൂ. 2.5 കൊല്ലം എന്തൊക്കെ പറഞ്ഞു, ഇന്നലെ എന്തൊക്കെ പറഞ്ഞു, നിയമം കയ്യിലിടിക്കും, അടിച്ചു തകർക്കും, മുഖ്യമന്ത്രിക്ക് നാണമില്ല കസേരയിലിരിക്കുക തുടങ്ങിയുള്ള പല പദപ്രയോഗങ്ങൾ പല മന്ത്രിമാർക്കെതിരെ നടത്തി. അത് വെറും ഡയലോഗാണ്. വെറും ഡയലോഗ് സതീശനാണ്, VD സതീശൻ എന്നാണ് പൊതുവെ സമൂഹത്തിൻ്റെ അഭിപ്രായം. സ്വന്തം പാർട്ടിയിൽ പോലും 2.5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അംഗീകാരം കിട്ടാത്തതിൻ്റെ കോംപ്ലക്സാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഞങ്ങളൊക്കെ സ്ഥാനത്തിരിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. എന്നാൽ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. ഇങ്ങോട്ടില്ലാത്തത് അതേ നിലവാരത്തിലല്ലെങ്കിലും പിന്നെ അങ്ങോട്ടും ഇല്ല. അതാണ് പൊതുവേ സ്ഥിതി. പക്വത വളരെ കുറവാണ്. ഇപ്പോൾ ഇന്നലെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആണിയടിച്ച പട്ടികയുമായി ആളുകൾ അക്രമം അഴിച്ചുവിട്ടു. അവർക്കൊപ്പം നിന്നു. പിടിച്ച ആളുകളെ, ക്രിമിനലുകളെ, കൊട്ടേഷൻ സംഘങ്ങളെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ രക്ഷപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഇതിൽ കേസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പ്രതിപക്ഷ നേതാവല്ല, ഇനിയിപ്പോൾ ആര് ചെയ്താലും കേസുണ്ടാവും. കേസ് വന്ന ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യണം, ഇതാ എനിക്ക് കേസ് വന്നു. അത് ഇത്തരം സമരാനുഭവം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. സമരാനുഭവങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു മണ്ഡലത്തിൽ കുറേ കാലം ജയിച്ചു എന്നല്ല, അത് കേരളത്തിലാകെ നടന്ന് ഒരു പ്രക്ഷോഭ സമരങ്ങളിലൊന്നും പങ്കെടുത്ത അനുഭവം അദ്ദേഹത്തിനില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ UDF ഭരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിനൊരു പുതിയ പേജ് തന്നെ തുടങ്ങേണ്ടി വരും കേസിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ. അപ്പോൾ പക്വത കുറവാണ്. പക്വതയുടെ പ്രശ്നമാണ്. കേരളത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിനും കാണാത്ത അപക്വമായ നിലപാടുകൾ മാത്രമായിട്ട് പോകുന്നു. വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു.